ആത്മകഥ എഴുതാൻ പാർട്ടി അറിയേണ്ടതല്ലേ, ഒരു ആത്മകഥ എഴുതുമ്പോൾ അത് പാർട്ടി അറിയേണ്ടതല്ലേ എന്ന ചോദ്യവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി. പക്ഷേ അങ്ങനെ എഴുതാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നും പക്ഷേ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ പാർട്ടിയെ അറിയിക്കണം എന്നുള്ളതാണ് ചട്ടം എന്നും EP അത് വിശദീകരിക്കുന്നുണ്ട്. ആത്മകഥ എഴുതും വരെ അത് പ്രശ്നമല്ല എന്നും അദ്ദേഹം പറയുന്നു. താൻ മാസങ്ങളായി തന്റെ ആത്മകഥ എഴുതി തുടങ്ങിയിട്ട് എന്ന കാര്യവും EP സൂചിപ്പിക്കുന്നുണ്ട്. മാതൃഭൂമിയിൽ നിന്നും അതോടൊപ്പം DCയിൽ നിന്നും ഒരുപോലെ വിളി വന്നിരുന്നു എന്നാണ് EP വിശദീകരിച്ചത്. ഇപ്പോൾ കേൾക്കാമോ? ഇക്ബാൽ കേൾക്കാമോ? കേൾക്കാം. വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ സരിനെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. എത്രത്തോളം കൃത്യവും വ്യക്തവുമാണ് അദ്ദേഹത്തിന്റെ മറുപടികൾ? സ്മൃതി, പൂർണ്ണമായും സരിനെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു EP ഈ വാർത്താ സമ്മേളനം തുടങ്ങിയത്. അതിനുശേഷമാണ് പിന്നീട് ആത്മകഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് തന്നെ EP കടന്നത്. പാർട്ടിയുടെ കൃത്യമായി തന്നെ ഒരു അനുമതി ഈ ആത്മകഥ എഴുതി തുടങ്ങുന്ന ഘട്ടത്തിൽ ആവശ്യമില്ല. എഴുതി പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ മാത്രം പാർട്ടിയുടെ അനുമതി വാങ്ങിയാൽ മതി. അത് വിദേശ യാത്രകളാണെങ്കിൽ പോലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിധത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുപോയത് എന്ന രീതിയിൽ തനിക്ക് സംശയമില്ല. കാരണം താൻ എഴുതാത്ത കാര്യങ്ങളാണ് ഇത്തരം തൻ്റെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തകളിൽ വന്നിട്ടുള്ള ഉള്ളടക്കം പൂർണ്ണമായും EP നിഷേധിക്കുകയാണ്. താൻ എഴുതാത്ത ഭാഗങ്ങൾ വാർത്തയായി വരുന്നു. ടൈംസ് നൗ അതുപോലെ മറ്റു മാധ്യമങ്ങളിലെല്ലാം ഇത്തരം രീതിയിലുള്ള വിവരങ്ങൾ എങ്ങനെ കിട്ടിയെന്ന് തനിക്കറിയില്ല. താൻ തന്നെ തൻ്റെ കൈപ്പടയിലാണ് ഈ ആത്മകഥ എഴുതുന്നത്. തൻ്റെ കൈയക്ഷരം മോശമായതുകൊണ്ട് തന്നെ ഭാഷാശുദ്ധി വരുത്താൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അത് തൻ്റെ വിശ്വസ്തനാണ്. ഒരിക്കലും ആ വഴി ഈ വിവരങ്ങൾ പുറത്തു പോവില്ല. മാത്രമല്ല അദ്ദേഹം ഇത്തരത്തിലുള്ള കൂട്ടിച്ചേർത്തലുകൾ നടത്തും എന്ന് താൻ കരുതുന്നില്ല. ഏതായാലും താൻ എഴുതാത്ത കാര്യങ്ങളാണ് തൻ്റെ പേരിൽ എന്ന ഇപ്പോൾ വാർത്തയായി വരുന്നത്. അതിൽ തനിക്ക് ഒന്നും തന്നെ അറിയില്ല. DC ബുക്സും അതുപോലെ തന്നെ മാതൃഭൂമി ബുക്സും തന്നെ സമീപിച്ചിരുന്നു. ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ തങ്ങൾ സഹായിക്കാം എന്ന രീതിയിൽ സമീപിച്ചിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു കരാറും നിർമ്മിക്കുകയോ അവർക്ക് വാക്ക് കൊടുക്കുകയോ പോലും ചെയ്തില്ല. കാരണം ആത്മകഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അത് ഭാഷാശുദ്ധി വരുത്താൻ വേണ്ടി ഓരോ ഇടവേളകളിലും കൃത്യമായി തന്നെ തൻ്റെ വിശ്വസ്തനായ മാധ്യമപ്രവർത്തനെ ഏൽപ്പിക്കാറുണ്ട്. എന്തുകൊണ്ട് ചിന്താ ബുക്സിനെ പോലുള്ള വിശ്വസ്തമുള്ള പാർട്ടിക്ക് ഏറെക്കുറെ വിശ്വാസമുള്ള പബ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ആരും ചിന്തയിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ചിന്ത ബന്ധപ്പെടുകയാണെങ്കിൽ ചിന്ത പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും തന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി അവർക്ക് നൽകും. നിലവിൽ DC ബുക്സും മാതൃഭൂമി ബുക്സ് മാത്രമാണ് തന്നെ ബന്ധപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേര് താൻ നൽകിയതാണോ എന്ന രീതിയിലുള്ള EP തന്നെ നൽകിയതാണോ എന്നുള്ള ചോദ്യത്തിനും EP നൽകിയ മറുപടി എന്ന് പറയുന്നത് താൻ തന്നെ കളിയാക്കുന്ന രീതിയിലുള്ള പേര് DC ബുക്സിന് നൽകുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? താൻ നൽകിയ പേരല്ല, താൻ ഉചിതമായ ഒരു പേര് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള അട്ടിമറി നീക്കം എന്നാണ് ഈ പുറത്തുവന്ന ആത്മകഥാ ഭാഗത്തെക്കുറിച്ച് EP വിശദീകരിക്കുന്നത്.